സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജ്ഞാനവൈരാഗ്യസമ്പൂർണ്ണാൻ ഹരിഭക്തിപരായണാൻ പൂർവാചാര്യാനഹം വന്ദേ സമ്പ്രദായപ്രവർത്തകാൻ. പ്രഹ്ലാദനാരദപരാശരപുണ്ടരീകവ്യാസാംബരീഷസുഖശൗനകഭീഷ്മമുഖ്യാൻ രുഗ്മാംഗദാർജുനവസിഷ്ഠവിഭീഷണാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന മനസാ ഗിരാ. ഭാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യോ തം നമാമി ഗജാനനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. കുറച്ചുകൂടി ശബ്ദം എടുത്തിട്ട് എല്ലാവരും ഗോവിന്ദനാമം ജപിക്കുക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒന്ന് നവർന്നിരിക്കുക. നമുക്ക് ഭഗവാന്റെ ഒരു നാമസങ്കീർത്തനം ചെയ്ത് പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം. ഹരേ രാമ ഗോപാല ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം. ഹരേ രാമ ഗോപാല ഗോവിന്ദം മമ ജീവനം. ഹരേ രാമ ഗോപാല ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദ ഗോപാല ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദ ഗോപാല ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം. ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം. ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം. ഗോപാല ഗോവിന്ദ ഗോപാലം മമ ജീവനം. ഗോപാല ഗോവിന്ദ ഗോപാലം മമ ജീവനം. ഗോപാലം മമ ജീവനം ഗോവിന്ദം മമ ജീവനം. ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം 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 ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഹരേ രാമ ഗോപാലം ഗോവിന്ദം മമ ജീവനം. ഗോവിന്ദം മമ ജീവനം ഗോപാലം മമ ജീവനം. ഗോവിന്ദം മമ ഗോപാലം മമ ജീവനം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. എല്ലാവർക്കും നമസ്കാരം. മുമ്പ് ഒരു സപ്താഹയജ്ഞത്തിന് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സപ്താഹയജ്ഞം, അതിന്
സപ്താഹയജ്ഞമൊക്കെ അതിഭംഗിയായിട്ട് കഴിഞ്ഞ് ഈ ആചാര്യന്മാരെ യാത്രയാക്കാൻ വേണ്ടി അവിടുത്തെ ഭാരവാഹികൾ 2-3 ആൾക്കാർ യാത്രയാക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ വെച്ച് അവർ തമ്മിൽ കുറച്ച് സംഭാഷണങ്ങൾ നടന്നു. ആചാര്യനോട് പറഞ്ഞു, അങ്ങയുടെ സപ്താഹം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം. ചില ആൾക്കാർ അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങ് രാമായണം വർണ്ണിച്ചത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താ സംശയം? അതിൽ ഈ രാമായണം കേട്ടപ്പോൾ ഈ രാവണനാണോ അല്ല രാമനാണോ, ആരാണ് ഇതിൽ രാക്ഷസൻ എന്ന് ചോദിച്ചു. അവർക്കുള്ള സംശയമാണ്. അപ്പോൾ ആചാര്യൻ പറഞ്ഞു, ഇവർ 2 പേരുമല്ല രാക്ഷസൻ, പിന്നെയോ ആചാര്യനായ ഞാനാണ് രാക്ഷസൻ. കാരണം നിങ്ങളുടെ മുന്നിൽ ഈ 7 ദിവസം ചിലവഴിച്ച ഞാനാണ് അവരെക്കാൾ വലിയ രാക്ഷസൻ എന്ന് പറഞ്ഞതുപോലെ ആകരുത്. അല്ലേ, നമ്മളൊക്കെ ഈ പുണ്യഭൂമിയിൽ, മള്ളിയൂർ മഹാത്മാവിൻ്റെ ഈ ഒരു പുണ്യഭൂമിയിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചതും ഈ ഭാഗവതത്തെ കേൾക്കാനും ഉപാസിക്കാനും ഈ ഒരു പീഠത്തിൽ ഇവിടെ ഇരിക്കാനും നിങ്ങൾക്കൊക്കെ ഇത് കേൾക്കാനും ഒക്കെ സാധിച്ചത് എന്താണ്? ഗണപതി ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം. ജന്മാന്തരേ ഭവേത് പുണ്യം, അത് കൊണ്ട് മാത്രമാണ്, യാതൊരു സംശയവുമില്ല. അത് ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി കേട്ട് വേണ്ട തരത്തിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പാലാഴി മഥനം, അതാണ് നമ്മുടെ വിഷയം. ഗജേന്ദ്രമോക്ഷം മന്വന്തരം എന്ന ലക്ഷണത്തോടു കൂടിയിട്ടുള്ളതായ അഷ്ടമസ്കന്ധം, അതിൽ ഗജേന്ദ്രമോക്ഷം കഴിഞ്ഞ് പിന്നീട് പാലാഴി മഥനം എന്ന കഥാഭാഗം ഓർമ്മിക്കുക. നമ്മൾ ഈ ഭാഗവതത്തിൽ ഓരോ കഥകളിൽ കൂടിയിട്ടും നമുക്ക് ഒരേ തത്വം തന്നെ പല രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. പാലാഴി മഥനം എന്ന് പറഞ്ഞാൽ അതൊരു കഥയായിട്ട് തള്ളിക്കളയാനുള്ള ഒന്നല്ല. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തത്വങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഇതേപോലെ ആകരുത്, വളരെ ശ്രദ്ധിക്കണമെന്ന് ഭാഗവതം എന്ന ഗുരുനാഥൻ നമുക്ക് വർണ്ണിച്ചു തരികയാണ്, സാക്ഷ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടാൽ മാത്രമേ അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്താ ചെയ്യുക? വളരെയധികം ഉണർന്നിരിക്കുക. ഏതായാലും പാലാഴി മഥനം, എന്താ ഈ പാലാഴി എന്ന് പറഞ്ഞാൽ? അല്ല, ഈ പാല് നമ്മുടെ ശരീരമാണ് യഥാർത്ഥത്തിൽ പാല് പോലെയാണ് നമ്മുടെ ഈ ശരീരം. അല്ലേ, പാല് നല്ല സാധനമാണ്. അല്ലേ, പാല് നല്ലതാണ്, പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ പാല് കേട് വന്നു കഴിഞ്ഞാൽ, അല്ലേ, വളരെ ബുദ്ധിമുട്ടാണ്. പാല് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചീത്തയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പാല് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെയാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരം നല്ലതാണ്, എങ്ങനെയായാൽ നന്നായിട്ട് തീരും? ഇതേപോലെ, അല്ലേ, ഈശ്വര വിചാരം, ഭഗവത് സ്മരണ, സത്സംഗം, ഇങ്ങനെയൊക്കെ ധ്യാനം, ജപം, ഭഗവത് സ്മരണ, ഇതൊക്കെ കൊണ്ട് ജീവിതം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് തീരും. ഇല്ലെങ്കിലോ ദുർജന സംസർഗം കൊണ്ട് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ, ഓരോ അബദ്ധങ്ങളിൽ ദുർജനങ്ങളുമായിട്ട് കൂട്ടുകെട്ട് അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് തീരും? നമ്മുടെ ഈ ശരീരം ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ടും കാര്യമില്ല, അത് ചീത്തയായിട്ട് തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിക്കണം എന്ന് ഭാഗവതം ഈ കഥയിൽ കൂടി നമുക്ക് വർണ്ണിച്ചു തരാണ്. ഏതായാലും കഥയൊക്കെ നമുക്കറിയാം. പാലാഴി മഥനം മുമ്പ് ദുർവാസാവ് എന്ന് പറഞ്ഞ ഒരു മഹർഷി അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദുർവാസാവ്.
കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ദുർവാസാവ് മഹർഷി എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? പെട്ടെന്ന് ദേഷ്യം വരും. അതാണ് ദുർവാസാവിൻ്റെ പ്രത്യേകത. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ദുർവാസാവ് മഹർഷിയെ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യതയില്ല. ഇനി കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെയോ ഈ ദുർവാസാവ് മഹർഷിമാർ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരാണ് ഈ ദുർവാസാവക്കൾ. കാരണം എന്താണ്? ദുർവാസാവിന് എന്താ വരിക? പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ നമുക്കോ? നമ്മളും അതുപോലെ തന്നെയല്ലേ? പെട്ടെന്ന് ദേഷ്യം, ഒരു കാരണമില്ലാതെ കണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് ആര്? നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ദുർവാസാവിനെ ഇനി പുറമേക്ക് പോയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരുമാണ് ആര്? ദുർവാസാവിൻ്റെ സ്വഭാവമുള്ള നമ്മൾ ഓരോരുത്തരാണ് ദുർവാസാ മഹർഷിമാർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ദുർവാസാവ് മഹർഷി ഒരു പ്രാവശ്യം ദേവലോകത്തേക്ക് പോയി. അവിടെ എന്താ പ്രത്യേകത? ദേവലോകത്ത് അവിടെ ഒരുപാട് അപ്സര സ്ത്രീകളുണ്ട്. ഉർവശി, രംഭ, തിലോത്തമ തുടങ്ങിയതായ അപ്സര സ്ത്രീകൾ. അവർ നല്ല സുഗന്ധമുള്ളതായ മാല, അങ്ങനെ പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടുകയാണ്. സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് മാല കെട്ടുകയാണ് ആര് ചെയ്യുന്നത്? അപ്സര സ്ത്രീകൾ. അവരങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് വേഗം ഈ ദുർവാസാവ് മഹർഷി വേഗം എവിടത്തേക്ക് എത്തിച്ചേർന്നത്? ഈ ദേവലോകത്തേക്ക്. അപ്പോൾ ഈ ദുർവാസാവ് മഹർഷിയുടെ സ്വഭാവം നന്നായിട്ടറിയാം. ആർക്ക്? അപ്സര സ്ത്രീകൾക്ക്. അപ്പോൾ സ്വഭാവം മുൻകൂട്ടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പെരുമാറും അല്ലേ? നമ്മുടെ വീട്ടിലേക്ക്, ഗൃഹത്തിലേക്ക് ഒരാൾ വരുന്നു എന്നുണ്ടെങ്കിൽ അയാളുടെ സ്വഭാവം നമുക്ക് നേരത്തെ അറിയാം. അയാൾ വരുമ്പോൾ കുഴപ്പം കാണിക്കുന്ന ആളാണ് എന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിൽ അയാൾ വീട്ടിൻ്റെ ആ ഗൃഹത്തിൻ്റെ ഗേറ്റ് തുറക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? വേഗം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നമസ്കാരം, വരണം വരണം വരണം, വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം ബഹുമാനിച്ച് സ്വീകരിക്കും. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിലോ നമ്മളവിടെ ഒരു കുഴപ്പമില്ലാതെ കണ്ട് അവിടെ സോഫയിലിരിക്കും. പിന്നെയോ അയാൾ വന്നോളും, കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഭാവത്തിൽ. ഇതേപോലെ ദുർവാസാവ് മഹർഷിയുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നതുണ്ട്. എന്താ ഇയാൾക്ക് കുഴപ്പം? പെട്ടെന്ന് ദേഷ്യം വരും. അത് മനസ്സിലാക്കിയിട്ട് അപ്സര സ്ത്രീകൾ വേഗം പോയി ദുർവാസാവ് മഹർഷിയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ച്, പക്ഷേ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന മാലയുണ്ടല്ലോ അത് വേഗം പൂർത്തിയാക്കി വേഗം ദുർവാസാവ് മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട്, മഹർഷേ ഇതാ ഈ ഒരു നല്ല സാധനം, അതായത് ഈ മാല, പുഷ്പങ്ങൾ, സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് കെട്ടിയതായ മാല ഇതാ അങ്ങേക്ക് സമ്മാനമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്സര സ്ത്രീകൾ കൊടുത്തു. ദുർവാസാവ് മഹർഷി ഇത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി. കാരണം തനിക്ക് ഈ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ആവശ്യമൊന്നുമില്ല, രുദ്രാക്ഷമാല അതൊക്കെയാണ് വേണ്ടത്, മഹർഷിയാണ്. പക്ഷേ ഇത് തനിക്ക് നല്ലൊരു സാധനം ഇവർ അധികം അല്ലേ, നല്ല ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് സ്നേഹത്തോടു കൂടി തന്ന മാല ഇങ്ങനെ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിരസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇല്ല. എന്നാൽ പിന്നെ ഇത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ദുർവാസാവ് മഹർഷി ഇങ്ങനെ ചുറ്റും നോക്കി. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്ത്? തനിക്ക് ആവശ്യമില്ലാത്ത സാധനം അല്ലേ? പൊതുവെ അങ്ങനെയാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ചില ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരാളെ കണ്ടു. ആരാത്? ദേവേന്ദ്രൻ. ദേവേന്ദ്രനോട് ചോദിച്ചു, ദേവേന്ദ്രൻ ഇങ്ങോട്ട് വരൂ, നിനക്ക് ഈ മാല വേണോ? അപ്പോൾ ദേവേന്ദ്രനാണെങ്കിലോ മാല എത്ര കിട്ടിയാലും കുഴപ്പമില്ല, അത് അല്ലേ ചില ആൾക്കാരെ കാണാം നമുക്ക് ആ തരത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ അല്ലേ സഞ്ചരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ദേവേന്ദ്രൻ ആ മാല എങ്ങനെ വാങ്ങിച്ചു? ആരുടെ അടുത്തുനിന്ന്? ദുർവാസാവ് മഹർഷിയുടെ അടുത്തുനിന്ന് മാല വാങ്ങിച്ചു. പക്ഷേ ആയിട്ടില്ല, ഇത് കഴുത്തിലണിയാൻ സമയമായില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അണിയാം എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ആ ഒരു ഐരാവതം എന്ന ആനയുണ്ട്. എന്നാൽ പിന്നെ ആനയുടെ മസ്തകത്തിൻ്റെ മുകളിൽ ഇതങ്ങനെ തൽക്കാലം വെക്കാമെന്ന് വിചാരിച്ചിട്ട് മസ്തകത്തിൽ അവിടെ വെച്ചു. ദേവേന്ദ്രൻ അവിടുന്ന് പോയി. പക്ഷേ ഈ ആനയുടെ ഈ പുഷ്പത്തിൻ്റെ, ഈ മാലയുടെ പ്രത്യേകത എന്താണ്? സുഗന്ധമുള്ള പുഷ്പങ്ങളാണ്. അപ്പോൾ സുഗന്ധമുള്ള പുഷ്പങ്ങളായതുകൊണ്ട് അതിലുള്ളതായ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകളങ്ങനെ ഹൂ 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 എന്നുള്ള ശബ്ദം പുറപ്പെടുവിച്ചിട്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഈ ഐരാവതം എന്ന ആനയുടെ വലിയ
എന്തുണ്ട്, കാതുണ്ട്. അത് കൊണ്ട് ഇങ്ങനെ ഈ വണ്ടിനെ ആട്ടി അകറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു, സാധിക്കുന്നില്ല. ഇത് തന്നെ ഉപദ്രവിക്കുകയാണെന്ന് തോന്നി വണ്ട്. അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മസ്തകത്തിൽ എന്തോ ഒരു സാധനമുണ്ട്. എന്നാൽ പിന്നെ ഇത് കളയാമെന്ന് വിചാരിച്ചിട്ട് ആ ഐരാവതം എന്ന ആന വേഗം തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഈ മസ്തകത്തിലുള്ളതായ ആ ഒരു സാധനം എടുത്ത് താഴെയിട്ട് കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് അരച്ച് നശിപ്പിച്ചു കളഞ്ഞു. ആര്? ഐരാവതം എന്ന ആന. ദുർവാസാവ് മഹർഷി ഈ നേരത്തെ ആർക്ക് കൊടുത്തു ഈ മാല? ദേവേന്ദ്രന്. അയാൾ കൊടുത്തിട്ട് അവിടുന്ന് പോയോ? തിരിച്ചു പോയോ? ഇല്ല. അയാൾ എന്ത് ചെയ്തു? ഇതിവന് എന്തു ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുകയാണ്. ഞാൻ ഈ വിശിഷ്ടമായ മാല കൊടുത്തിട്ട് ഇവനിതെന്താ ചെയ്യുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് ആരെ? ദുർവാസാവ് മഹർഷി. അയാൾ കണ്ടു, ഞാൻ ഇത്ര നല്ലൊരു സാധനം നിനക്ക് തന്നിട്ട് നീ ഇത് വെറുതെ നശിപ്പിച്ച് കളഞ്ഞില്ലേ ദേവേന്ദ്ര എന്നുള്ള ഭാവം. അപ്പോൾ വന്നു എന്ത്? ദേഷ്യം വന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? യഥാ ദുർവാസശ്ശാപാൽസേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാശ്ചാഭവം സ്തത്ര നേശുരുജ്യാദയ ക്രിയാഹ. ദേവേന്ദ്ര, ഞാൻ ഇങ്ങനെ നല്ലൊരു സാധനം ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതായ സകല ഐശ്വര്യങ്ങളും ഇതാ നശിച്ചു പോകട്ടെ, നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ ഈ പാലാഴിയിൽ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശപിച്ചു. ജരാനര ബാധിച്ചു പോകട്ടെ, സകല ഐശ്വര്യങ്ങളും നശിക്കട്ടെ എന്ന് ശപിച്ചു ദുർവാസാവ് മഹർഷി. അല്ലേ, നമുക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എത്ര കാലം നമ്മുടെ കയ്യിലുണ്ടോ അത്രയും കാലം മാത്രമാണ് നമ്മുടേത് എന്ന് പറയുക. അല്ലാതെ നമ്മളത് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടേതായിട്ട് തീർന്നു. അത് പിന്നെ അതിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ പുറപ്പെടരുത്. ദുർവാസാവ് ഇതാ പറ്റിയത് അല്ലേ? കൊടുത്തതായ മാല ഇവൻ എന്താ ചെയ്യുന്നത്, നശിപ്പിക്കുന്നുണ്ടോ അല്ല ഇത് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ നോക്കിയത് കൊണ്ടാണിപ്പോൾ ശാപം കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയത്, കോപം വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം മാത്രമാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആർക്കെങ്കിലും കൊടുത്തു എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ജീവിതത്തിൽ അപകടം ഉണ്ടാവും. നമ്മളാണെങ്കിലോ നേരെ തിരിച്ചിട്ടാണ്. എന്തെങ്കിലും ഒന്ന് അല്ലേ, അമ്പലത്തിൽ തന്നെ വലിയ വലിയ സാധനങ്ങളൊക്കെ കൊടുക്കും ചില ആൾക്കാർ. കൊടുത്തു കഴിഞ്ഞാലോ അതിൻ്റെ ചുറ്റും നമ്മുടെ കുടുംബത്തിലുള്ള സകല ആൾക്കാരുടെ പേരും അല്ലേ എഴുതി വെച്ചിട്ട് എന്താണോ കൊടുത്തത് ആ ഒരു സാധനം നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ആയിട്ട് തീരുകയാണ് ചെയ്യുന്നത് കലിയുഗത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് ഭാഗവതം ഈ കഥയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാണ്. ഏതായാലും അങ്ങനെ ഇപ്പോൾ ദേവന്മാർക്ക് എന്ത് കിട്ടി? ശാപം കിട്ടി. എന്താ ശാപം കിട്ടിയത്? ജരാനര ബാധിച്ച് പോകട്ടെ, ഐശ്വര്യം നശിക്കട്ടെ. എന്താ ജര എന്ന് പറഞ്ഞാൽ? ശരീരം ചുക്കിച്ചുളിയ, അതായത് വാർദ്ധക്യം ബാധിക്കുക എന്നതാണ്. വൃദ്ധന്മാരായിട്ട് തീരാം. നര എന്ന് പറഞ്ഞാലോ ഈ കറുത്ത തലമുടി വെളുത്തതായിട്ട് തീരുക. ഇതാർക്കെങ്കിലും ഇഷ്ടമാണോ? പ്രപഞ്ചത്തിൽ ഈ ജീവിതത്തിൽ വൃദ്ധന്മാരായിട്ട് തീരുന്നത് ആർക്കെങ്കിലും ഇഷ്ടമാണോ? അല്ല. ചില ആൾക്കാർ ചോദിക്കും എത്രയുണ്ട് ഇപ്പോൾ, വയസ്സെത്രയായി? അപ്പോൾ വയസ്സ് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നുമോ? ഇല്ല. എത്രയായി നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നെ കാണുമ്പോൾ? ഒരു 45 പിന്നെയോ 50 അല്ല, പിന്നെയോ 45നും 50നും ഇടയിൽ എന്ന് പറഞ്ഞ് നമ്മൾ അതങ്ങനെ അല്ലേ എത്ര കണ്ട് ചുരുക്കാൻ പറ്റുമോ പ്രായം. അപ്പോൾ പ്രായമാകുന്നത് നമുക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്, പക്ഷേ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കലിയുഗത്തിൽ വാർദ്ധക്യം ആകുന്നതാണ് നല്ലത്. കാരണം വാർദ്ധക്യമാകുമ്പോൾ ഒരുപാട് പരിഗണനയുണ്ട്. വാർദ്ധക്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ എല്ലാവരും പറയും, ബസ്സിൽ കയറുമ്പോൾ പറയും, ഇതാ ശ്രദ്ധിച്ച് കയറണേ, ശ്രദ്ധിച്ചിറങ്ങണേ എന്നൊക്കെ പറയും. മറ്റുള്ളവരോ വേഗം കയറൂ, വേഗം കയറൂ, വേഗം ഇറങ്ങൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ പ്രായമായ ആൾക്കാർക്ക് എല്ലാം പരിഗണനയാണിപ്പോൾ. അപ്പോൾ ഒരു തരത്തിൽ പ്രായമാകുന്നത് നല്ലതാണ്, പക്ഷേ പ്രായമാകുന്നത് ആർക്കും ഇഷ്ടമല്ല.
അപ്പോൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അല്ലേ, ആർക്കെങ്കിലും ഇഷ്ടമാണോ പ്രായമാകുന്നത്? അല്ല. അതാണ് ഈ കലിയുഗത്തിൽ നമ്മൾ കാണുന്നത്. പ്രായമാകുന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. എന്ത് പ്രായമാകുന്നത്? കാണുമ്പോൾ ആർക്കും പ്രായമായി എന്ന് തോന്നരുത് എന്നുള്ള ഭാവം. മുമ്പ് ഒരു കോളേജിൽ റിട്ടയർഡ്മെൻറ്റ് ഫങ്ഷൻ വെച്ചു കോളേജിൽ. അപ്പോൾ റിട്ടയർഡ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മൊമെൻറ്റോ കൊടുക്കുക, പിന്നെ അങ്ങനെയുള്ള ആ ഒരു ചടങ്ങ്. അപ്പോൾ അതിലൊരു പ്രാസംഗികൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഈ കോളേജിൽ ചേരാൻ വന്നതായ ആൾക്കാരാണോ ഈ റിട്ടയർഡ്മെൻ്റ് ആവുന്ന ആൾക്കാരൊക്കെ എന്ന് എനിക്ക് തോന്നുകയാണ് എന്ന് അദ്ദേഹം വളരെ രസമായിട്ട് പറഞ്ഞു. കാണുമ്പോൾ അല്ലേ, ഇവരുടെ തലയൊക്കെ ഇങ്ങനെ കറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറുത്തിട്ട് കാണുമ്പോൾ അല്ലേ, പ്രായം അത്രയ്ക്ക് ബാധിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഏതായാലും ഇങ്ങനെ അപ്പോൾ ഏതായാലും ഈ ദേവേന്ദ്രന് പ്രായമായി. പക്ഷേ ദേവേന്ദ്രന് പ്രായമായത് വിഷമായി. പെട്ടെന്നിങ്ങനെ തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ ജരാതരയൊക്കെ ബാധിച്ച് പടുവൃദ്ധനായിട്ട് ഇങ്ങനെ വടിയൊക്കെ കുത്തി നടക്കുന്നതായ ആ ഒരു അവസ്ഥ വന്നപ്പോൾ ദേവേന്ദ്രന് വല്ലാത്ത വിഷമമുണ്ടായി. പക്ഷേ അത് തനിക്ക് മാത്രമാണോ? നോക്കി അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ കൂടെയുള്ള സകല ദേവന്മാർക്കും ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. ആർക്ക്? ദേവേന്ദ്രന്. ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥ. ജീവിതത്തിൽ നമുക്ക് മാത്രമാണ് എന്തെങ്കിലും ദുഃഖം ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ദുഃഖമായിട്ട് തീരും. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ, എന്നെപ്പോലെ ദുഃഖമുള്ള ആൾക്കാർ ഇവിടെ പല ആൾക്കാരും ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ദുഃഖം വലിയ ദുഃഖമല്ല, അത് നമുക്കൊരു സമാധാനം കിട്ടും. അപ്പം അവനവനിലേക്ക് അല്ല ഈ ലോകത്ത് നമ്മളൊക്കെ നോക്കുന്നത്, പിന്നെയോ മറ്റുള്ളവരിലേക്കാണ് നമ്മൾ ഒക്കെ ശ്രദ്ധിക്കുന്നത്. അയാളെങ്ങനെയായിട്ട് തീരണം, അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയായിട്ട് തീരണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക അല്ലേ, മറ്റുള്ളവരെ പോലെ ആയിട്ട് തീരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക ചെയ്യുന്നത്. മുമ്പ് ഒരു ഗുരുനാഥനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുനാഥ, ഈ ജീവിതമാകുന്ന പരീക്ഷയിൽ എല്ലാവരും ചില ആൾക്കാർ തോൽക്കുന്നു, ചില ആൾക്കാർ വിജയിക്കുന്നു, എന്താ അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, അതായത് ഈ ജീവിതത്തിൽ എല്ലാവർക്കും ഞാൻ ഒരേ ചോദ്യപേപ്പർ അല്ല കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേ ചോദ്യപേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് അത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ കോപ്പി അടിക്കുന്നത് കൊണ്ടാണ് പരാജയപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? അവനവനിലേക്ക് ശ്രദ്ധിക്കുകയാണ് ജീവിതത്തിൽ വേണ്ടത്. അവനവൻ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, എവിടത്തേക്കാണ് പോകേണ്ടത്, അവനവനെ അറിയാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. നമ്മളാണെങ്കിലോ അല്ല, മുമ്പ് ഈ കോട്ടയം റെയിൽവേ, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്, ഏതെങ്കിലും ആവട്ടെ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എടുക്കാം. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒരാൾ, എന്നിട്ടോ അവിടെ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലേ, അന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. എന്നിട്ട് ചോദിച്ചു, അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട്, ഈ കാലത്ത് പോകുന്ന പരശുരാമ എക്സ്പ്രസ് പോയോ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് പോയല്ലോ, അത് നേരത്തെ പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരു ട്രെയിനിൻ്റെ പേര് ചോദിച്ചു, അതും പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇയാൾക്ക് അറിയുന്ന കുറേ ട്രെയിനിൻ്റെ പേരൊക്കെ ചോദിച്ചു, അതുപോയോ ഇതുപോയോ എന്ന് ചോദിച്ചു. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്ക് ദേഷ്യം വന്നു. അല്ല മനുഷ്യ, നിങ്ങൾ കുറേ സമയമായല്ലോ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്, ഏത് ട്രെയിനിനാണ് പോകേണ്ടത്, നിങ്ങൾ എവിടത്തേക്കാണ് പോകേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ട്രെയിനിന് പോകാനല്ല, പിന്നെയോ ഈ പാളം മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അവനവനെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ദേവേന്ദ്രന് ശാപം കിട്ടി. അവരെല്ലാവരും കൂടിയിട്ട് വേഗം എന്ത് ചെയ്തു? അപ്പോൾ അതുകൊണ്ട് എവിടത്തേക്ക് പോയി അവർ? മുമ്പ് ഒരു കഥ പറയാറുണ്ട്. അഗ്നിഹോത്രി എല്ലാവർക്കും അറിയാം, പാക്കനാർ. അങ്ങനെ മുമ്പ് പാക്കനാർ വളരെ
തപസ്വിയായിട്ടുള്ളതായ അഗ്നിഹോത്രിയുടെ അടുത്തേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോയി. രണ്ടുപേരും ഒരേ ആളുടെ മക്കൾ തന്നെയാണ്. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ചോദിച്ചു അഗ്നിഹോത്രി, അല്ല അയാൾ ഇപ്പോൾ കാണാൻ പറ്റില്ല, അദ്ദേഹം പൂജയിലാണ്. വെയിറ്റ് ചെയ്തു പുറത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു, പൂജ കഴിഞ്ഞില്ലേ? ആ പൂജ കഴിഞ്ഞു, എന്നിട്ടോ വീണ്ടും ഇപ്പോൾ പുതിയൊരു പൂജ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല ഇത്രയൊക്കെ സമയം പൂജയോ? അപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞു, എന്നിട്ടോ വേറൊരു പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ശിവന് പൂജ, അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യ, അത് കഴിഞ്ഞ് ദുർഗ, അത് കഴിഞ്ഞ് വിഷ്ണു, ഇങ്ങനെ കുറേ പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ പാക്കനാർ പുറത്ത് മുറ്റം ഉണ്ട്, ആ മുറ്റത്ത് ചെറിയ ചെറിയ കുഴികൾ ഇങ്ങനെ കുഴിച്ചു വെച്ചു. ഒരു ചെറിയൊരു കുഴി, അത് കഴിഞ്ഞ് വേറൊരു കുഴി, അങ്ങനെ കുറേ കുഴികൾ കുഴിച്ചു വെച്ചു. അഗ്നിഹോത്രി പൂജയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ചോദിച്ചു, അല്ല പാക്കനാരെ എന്താ ഇങ്ങനെ കുറേ മുറ്റത്ത് മുഴുവൻ കുറേ കുഴി കുഴിച്ചിട്ട് വെച്ചിട്ട് കാണുന്നത്? അപ്പോൾ പറഞ്ഞു, അല്ല ഇതിപ്പോൾ ഈ കുറേ കുഴികൾ കുഴിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഈ കുഴികളൊക്കെ കുഴിക്കുന്നതായ സമയം കൊണ്ടൊരു വലിയ കുഴി കുഴിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് കാണും? വെള്ളം കാണും. അതേപോലെയല്ലേ അങ്ങിപ്പോൾ ചെയ്തത്? കുറേ ദേവീദേവന്മാരെ ഇങ്ങനെ പൂജിക്കുന്നത് അല്ലേ, അത് ഒറ്റ ദേവനെ പൂജിച്ചു എന്നുണ്ടെങ്കിൽ അങ്ങയ്ക്ക് ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഏതായാലും സകല ദേവന്മാരും ഇപ്പോൾ എന്തായിട്ട് തീർന്നു? ശാപനിമിത്തം പടുവൃദ്ധന്മാരായിട്ട് തീർന്നു. സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. അവർ വേഗം എന്ത് ചെയ്തു? ദേവന്മാരുടെ സ്വഭാവം എന്താണ്? എന്ത് ജീവിതത്തിൽ ആപത്ത് വന്നാലും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കും. അതാണ് ദേവന്മാരുടെ പ്രത്യേകത അല്ലേ? ശ്രദ്ധിക്കണം നമ്മൾ. ജീവിതത്തിൽ എന്ത് ആപത്ത് വന്നാലും എന്ത് ദുഃഖം വന്നാലും ഭഗവാനെ ആശ്രയിക്കുന്നതായ സ്വഭാവമുള്ള ആൾക്കാരാണ് ദേവന്മാരുടെ ദേവന്മാരുടെ സ്വഭാവം. അസുരന്മാരോ എന്ത് വന്നാൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അതാണ് അസുരന്മാരുടെ സ്വഭാവം. അപ്പോൾ നമ്മളൊക്കെ ആരുടെ സ്വഭാവമുള്ള ആൾക്കാർ ആണ് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഏതായാലും മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ച് അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. ആര്? ദേവന്മാർ. പാലാഴിയുടെ തീരത്ത് പോയിട്ട് ഭഗവാനെ സ്തുതിച്ചു. സ്തുതിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, തേഷാമാവിരഭൂൽ രാജൻ സഹസ്രാർക്കോദയദ്വിതി. ആ ദേവന്മാരുടെ മുന്നിൽ സാക്ഷാൽ ഭഗവാൻ ആ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലുള്ള തേജസ്സോട് കൂടിയിട്ട് മഹാവിഷ്ണു ഭഗവാൻ കനക കിരീട കുണ്ടലങ്ങൾ ധരിച്ച് ഒക്കെ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് പീതാംബരധാരിയായിട്ട് ആ ദേവന്മാരുടെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്കിങ്ങനെ ഒരു ശാപം കിട്ടിയിട്ട് ഞങ്ങളിങ്ങനെ വല്ലാതെ കണ്ട് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, എന്തെങ്കിലും ഇതിനൊരു ഉപായം അങ്ങ് പറയണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പാലാഴി പോയിട്ട് കടയുക. ഈ പാലാഴി കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അമൃത് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ജരാനര വൃദ്ധാവസ്ഥ എന്നുള്ളതായ അവസ്ഥ ഇല്ലാതായിട്ട് തീരും. പിന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ടതായ സകല വസ്തുക്കളില്ലേ, അതൊക്കെ ഈ പാലാഴിയിൽ നിന്ന് ഉയർന്നു വരും. പക്ഷേ ഉയർന്നു വരുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഉയർന്നു വരുന്നതായ സാധനങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. പിന്നെയോ അവസാനം മാത്രമേ കിട്ടുള്ളൂ അമൃത്. ആ അമൃതാണ് നിങ്ങളുടെ ലക്ഷ്യം, മറക്കരുത്. ഏതായാലും അപ്പോൾ പറഞ്ഞു, ഭഗവാനെ ഒരു 10 ലിറ്റർ തൈര് കടയാൻ ഉള്ള ശക്തി ഞങ്ങൾക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വലിയ പാലാഴി ഞങ്ങൾ കടയാ ഭഗവാനെ? ഇതിനൊരു ഉപായം പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളില്ലേ ആ അസുരന്മാരെന്ന് പറഞ്ഞിട്ട് അവരെ പോയിട്ട് കൂട്ടുപിടിക്കുക. അവരെ പോയിട്ട് കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂട്ടുപിടിക്കേണ്ടത്? അഹിമൂഷകവത് അല്ലേ, മുമ്പ് പാമ്പും എലിയും തമ്മിൽ ഒരു സന്ധി ഉണ്ടായിരുന്നു, കരാറ്. അതുപോലെ എന്നാ പറഞ്ഞത്. മുമ്പൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രകലകളാണ് നടത്തുക. ചാക്യാർകൂത്ത്, അതുപോലെ ഓട്ടംതുള്ളൽ, കഥകളി, ഇങ്ങനെയുള്ള കലകളാണ് ക്ഷേത്രങ്ങളിൽ നടത്തുക. അല്ല ഇന്നത്തെ കാലത്തെ പോലെയല്ല. ഇന്നത്തെ കാലത്തോ സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതൊക്കെയാണ് ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും. അപ്പോൾ ഈ
ചാക്യാർ കൂത്ത് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ഈ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ മിഴാവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിങ്ങനെ അതിൻ്റെ പിറകിലിരുന്നിട്ട് ഒരാൾ ടപ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ ചാക്യാർ കൂത്ത് തുടങ്ങാനുള്ള സമയമായി. ഈ മിഴാവ് കൂട്ടുന്ന ആൾ കുറച്ച് വൈകിപ്പോയി. അയാൾ വേഗം വന്നിരുന്ന് ഈ വലിയ ചീനഭരണി പോലുള്ള ഒരു സാധനമാണ് മിഴാവ് എന്ന് പറഞ്ഞത്. അതിന് ഈ തോലിൻ്റെ ഒരു സാധനം ഇങ്ങനെ മൂടി കെട്ടിയിട്ട് അതിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ടപ 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 എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ് ചെയ്യുക. ഇയാൾ സമയം വൈകിയതുകൊണ്ട് വേഗം വന്ന് ഈ മിഴാവിന് ഈ തോലിൻ്റെ സാധനം കെട്ടിയിട്ട് അയാൾ ടപ 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 എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ അകത്ത്, ഈ മിഴാവിൻ്റെ അകത്ത് ഒരു പാമ്പും എലിയും പെട്ടുപോയി. അവരിനിപ്പോൾ എങ്ങനെ പുറത്തേക്ക് ചാടുക? അപ്പോഴാണ് പാമ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ആ ഒരു ഭണം ഞാനിങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ എലി നീ ഇതാ കയറിയിരുന്നിട്ട് ഈ മിഴാവിൻ്റെ ആ തോല് ഇങ്ങനെ നിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് രക്ഷപ്പെടാം. അവ പറഞ്ഞു, അല്ല നമ്മൾ ശത്രുക്കളല്ലേ. ശത്രുതാ മനോഭാവം എല്ലാ കാലത്തും നിലനിൽക്കുന്നതൊന്നുമല്ല, അതൊക്കെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ചു എന്നുള്ള പാമ്പിൻ്റെ ആ ഒരു വാക്കുകളിൽ വീണുപോയി ആര്? എലി. എന്നിട്ടോ പാമ്പ് ഭണം ഉയർത്തി അതിൻ്റെ മുകളിൽ ഈ എലി കയറിയിട്ട് ഇത് കരണ്ട് മുറിച്ചപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് പോയപ്പോൾ ആ പാമ്പിൻ്റെ തനി സ്വഭാവം എലിയെ പിടിച്ചു തിന്നു. ഇതേപോലെ തൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇനി ശത്രുക്കളായാലും അവരുടെ കാല് പിടിക്കണം എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിൽ അവരെ ആശ്രയിക്കുക. എന്നിട്ടോ മന്ദരപർവ്വതത്തെ മത്താക്കിയിട്ട് വാസുകി പാമ്പിനെ കയറാക്കിയിട്ട് ഈ പാലാഴി കടയണം. പിന്നെ ദേവന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് ഈ പാലാഴി കടയുമ്പോൾ വന്നു എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി, ഒക്കെ നേരെയാക്കിയിട്ട് തീർക്കാം എന്ന് ഭഗവാന്റെ നിർദ്ദേശം. അങ്ങനെ ദേവന്മാർ അസുരന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അസുരന്മാർ ചോദിച്ചു, അല്ല ദേവന്മാരെ, നിങ്ങളൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് വൃദ്ധന്മാരായിട്ട് തീർന്നത്? അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു ശാപനിമിത്താണ്, അതുകൊണ്ട് ഞങ്ങൾ പാലാഴി കടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം ഒരു സഹായം. അവർ പറഞ്ഞു, ഞങ്ങൾ വരില്ല. കാരണം പാലാഴി ഞങ്ങൾക്ക് വന്നിട്ട് കടഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, അത് കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അമൃതം എന്ന് പറഞ്ഞൊരു സാധനം വരും, അത് കുറച്ച് നിങ്ങൾക്ക് തരാം. അപ്പോൾ അസുരന്മാർക്ക് ഉത്സാഹമായി. അസുരന്മാരും പുറപ്പെട്ടു. പുറപ്പെട്ടപ്പോൾ എന്ത് വേണം? ആദ്യം ഈ മന്ദരപർവ്വതം അല്ലേ, മത്താക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മന്ദരപർവ്വതം അതെങ്ങനെയാണ്? അത് എടുത്ത് ഉയർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ആർക്ക്? ഈ ദേവാസുരന്മാർക്ക്. ഒടുവിൽ ഭഗവാനെ അവർ എടുത്തുയർത്തി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ചടപടയെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പതിച്ചപ്പോൾ ഏതായാലും ഭഗവത് സ്മരണ കൊണ്ട് ഭഗവാൻ വേഗം വന്ന് തൻ്റെ ഗരുഡൻ്റെ പുറത്ത് കയറ്റിയിട്ട് വേഗം പാലാഴിയിൽ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചു. ഇനിയിപ്പോൾ വാസുകി പാമ്പിനെ കൊണ്ടുവരണം. അവർ പറഞ്ഞു, പേടിക്കാനില്ല, മഹാദേവനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തരും. അങ്ങനെ ആ വാസുകി പാമ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗരുഡനോട് അഭ്യർത്ഥിച്ചു. ഗരുഡൻ പോയി വേഗം വാസുകി പാമ്പിൻ്റെ അടുത്തേക്ക്. വാസുകി പാമ്പിന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്നെ കൊത്തിയെടുത്തിട്ട്, അല്ല ഞാനിപ്പോൾ ഇവിടുന്ന് നടന്ന് പാലാഴിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എഴഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറേ സമയം വേണം, അതുകൊണ്ട് എന്നെ കൊത്തിയെടുത്തിട്ട് പോയിക്കോളൂ, സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഗരുഡൻ ഈ വാസുകി പാമ്പിനെ കൊത്തിയെടുത്ത് അങ്ങനെ ഉയർന്നപ്പോൾ അതിൻ്റെ പകുതി ഭാഗവും താഴേക്ക് പതിച്ച് നിൽക്കുകയാണ്. വേഗം താഴേക്ക് പതിച്ചിട്ട് വാസുകി പാമ്പിനെ 2-3 മടക്കാക്കിയിട്ട് കൊത്തി അങ്ങനെ ഉയർന്നപ്പോഴും താഴേക്ക് കുറേ ഭാഗം പറ്റുന്നില്ല. ഒടുവിൽ ഭഗവാൻ വന്ന് തൻ്റെ പെരുവിരൽ അങ്ങനെ ഉയർത്തിയപ്പോൾ അതിലൊരു മോതിരം പോലെ ഈ വാസുകി പാമ്പിനെ പാലാഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ വലിയ കേമനാണ്, പിന്നെ ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന അഹങ്കാരം എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു ഭാവം നമുക്ക് ഉണ്ടെങ്കിൽ, അല്ലേ, അഹങ്കാരം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? നമുക്ക് ജീവിതത്തിൽ വിനയമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ആ വാസുകി പാമ്പിനെ ഭഗവാന്റെ ആ സഹായത്തോടു കൂടിയിട്ട് മന്ദരപർവ്വതത്തിന് ചുറ്റി. അപ്പോൾ
ഇനിയിപ്പോൾ ഈ ഭഗവാന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ദേവന്മാർ വേഗം പോയിട്ട് അവരോട് പറഞ്ഞു, തലഭാഗം പിടിച്ചോളൂ. അല്ല, തലഭാഗം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് വിഷജ്വാലകൾ പുറത്തേക്ക് വരില്ലേ, നിങ്ങൾ പോവുകയേ വേണ്ടൂ, പിടിക്കേണ്ടിയൊന്നും വരില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോഴാണ് അസുരന്മാർക്ക് അത് ശരിയല്ല, കാരണം ഞങ്ങൾ ഈ വയംപുച്ഛം അഹേരംഗം അമംഗളം, ഈ പാമ്പിൻ്റെ വാല് എന്ന് പറഞ്ഞാൽ അത് അമംഗളമായ ഒരു വസ്തുവാണ്, അതുകൊണ്ട് വാല് പിടിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു ആര്? അസുരന്മാർ. എന്നാൽ പിന്നെ എന്താ വേണ്ടത്? ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, പോയിട്ട് വാല് പിടിച്ചോളൂ. അവരെ പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ല. അതുകൊണ്ട് വേഗം ഇപ്പോൾ ദേവന്മാർ തലഭാഗവും വാലുഭാഗവും അസുരന്മാർ ദേവന്മാർ വാലുഭാഗവും അസുരന്മാർ തലഭാഗവും പോയിട്ട് പിടിച്ചു. അപ്പോൾ അസുരന്മാർക്ക് തോന്നി, ഏതായാലും നമ്മുടെ കാര്യം അല്ലേ, നമ്മൾ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ഞങ്ങളും ഈ കശ്യപ പ്രജാപതിയുടെ അതേ പുത്രന്മാരാണ്, ശാസ്ത്രം ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധാരണ അല്ലേ ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാർ ആണ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഏതായാലും അവർക്ക് തോന്നി, ഏതായാലും നമ്മൾ പറഞ്ഞത് ഭഗവാൻ സാധിപ്പിച്ചു തന്നല്ലോ എന്നുള്ള ഭഗവാനോട് ഒരു നന്ദി അസുരന്മാർക്ക്. ഭഗവാൻ വിചാരിച്ചു, ഭഗവാൻ അവരുടെ നേരെ ഒരു പുഞ്ചിരി പൊഴിച്ചു. കാരണം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, ഞാൻ വിചാരിച്ചതുപോലെ മാത്രമേ നടക്കുള്ളൂ. ഞാനിത് ആദ്യമേ വിചാരിച്ചതാണ് അല്ലേ. ഇതേപോലെയാണ് ജീവിതത്തിലും. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയൽ. നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമോ ജീവിതത്തിൽ? ഇല്ല. ഭഗവാൻ എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ മാത്രമേ ജീവിതത്തിൽ ഒക്കെ നടക്കുള്ളൂ. ഏതായാലും അവിടുന്ന് വീണ്ടും പാലാഴി അങ്ങനെ കടയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാലാഴി അങ്ങനെ കടയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ഈ പാലാഴി കടയാൻ വേണ്ടിയിട്ട് ദേവന്മാർക്ക് ശക്തിയൊന്നുമില്ല, അവർ പടുവൃദ്ധന്മാരാണ്. അസുരന്മാർക്കോ അവർക്ക് നല്ല ശക്തിയുണ്ട്. അവർ ഈ വാസുകിഭാവനെ പിടിച്ചങ്ങനെ അതിശക്തമായിട്ട് അങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദേവന്മാർ ഈ വാസുകിപാമ്പെന്ന കയറിനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തായി? ഈ മന്ദരപർവ്വതത്തെ ചുറ്റിയിട്ടുള്ളതായ വാസുകിപാമ്പ് അയഞ്ഞു പോയത് കൊണ്ട് ഈ മന്ദരപർവ്വതം താഴേക്ക് പതിച്ചപ്പോൾ സകല ദേവന്മാരും ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണം. ഭഗവാൻ എന്തു ചെയ്തു? വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ വിതഥാഭിസന്ധി. ദേവന്മാരെ കൃത്വാവപുക്കാച്ഛപമദ്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. ദേവന്മാരെ, നിങ്ങൾ ഈ പാലാഴി കടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വരിക. എന്താണ് അതിന് കാരണം? നിങ്ങൾ ഈ സകല ആപത്തുക്കളെയും തടസ്സങ്ങളെയും വിഘ്നങ്ങളെയും ഇല്ലാതാക്കി തീർക്കുന്നതായ ഭഗവാനാണ് സാക്ഷാൽ ഗണപതി ഭഗവാൻ. മള്ളിയൂരിൽ ഈ ഒരു സങ്കേതത്തിൽ വിളങ്ങുന്നതായ സർവ്വ ചൈതന്യത്തോടു കൂടി വിളങ്ങുന്നതായ ഈ ഒരു ഗണപതി ഭഗവാൻ. ആ ഗണപതിയെ നിങ്ങൾ പൂജിച്ചോ? പറഞ്ഞു, അത് ഞങ്ങൾ മറന്നുപോയി. എന്നാൽ അതാണ് ഈ നിങ്ങൾക്ക് ഈ തടസ്സത്തിന് കാരണം. അതുകൊണ്ട് വേഗം ആ ഗണപതി ഭഗവാനെ പൂജിക്കുക അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും എന്ത് ചെയ്യുന്നത്? ഗണപതി ഭഗവാനെ ഒന്നുകിൽ പൂജിക്കുക, ഹോമം ചെയ്യുക, അല്ലെങ്കിൽ ഗണപതയെ നമഃ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ പൂജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങളെ വിഘ്നങ്ങളെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആർക്ക്? ഗണപതി ഭഗവാന്. അവർ ഗണപതി ഭഗവാനെ നന്നായിട്ട് പൂജിച്ചു. ആ സമയത്താണ് അനേകം യോജന വിസ്തീർണത്തിലുള്ളതായ ഭഗവാൻ ഒരു കൂർമ്മ രൂപമായിട്ട് അവതരിച്ചു. ഭഗവാന്റെ കൂർമാവതാരം, ആമാവതാരം. എന്താ ഈ ആമയായിട്ട് ഭഗവാൻ അവതരിച്ച് കട്ടിയുള്ളതായ പുറന്തോടു കൂടിയിട്ട് അനേകം യോജന വിസ്തീർണമുള്ളതായ ആ ഒരു കൂർമ്മരൂപത്തെ ഭഗവാൻ സ്വീകരിച്ച് ആ പാലാഴിയുടെ അടിത്തട്ടിൽ പോയിട്ട് ഈ മന്ത്രപർവ്വത്തെ തൻ്റെ കട്ടിയുള്ളതായ പുറന്തോടിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചിട്ട് ദേവാസുരന്മാർക്ക് കടയാൻ പാകത്തിൽ അങ്ങനെ വെച്ചു കൊടുത്തു. എന്താ ഈ കൂർമ്മത്തിൻ്റെ പ്രത്യേകത? കൂർമ്മം, ആമ എന്തിൻ്റെ പ്രതീകമാണത്? സ്ഥിതപ്രജ്ഞൻ. ഭഗവത്ഗീതയിൽ പറയും, സ്ഥിതപ്രജ്ഞൻ്റെ ആ ഒരു അവസ്ഥയാണ് ആമ നമുക്ക് കാണിച്ചു തരുന്നത്. യോഗി ഋഷീശ്വരന്മാർ ഈ അവരുടെ ആയുസ്സൊക്കെ ഒരുപാട് കാലം ദീർഘം നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ്? അവർക്ക് ഈ ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ളതായ ഒരു അവസ്ഥ. എന്താ അങ്ങനെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കൂർമോങ്കാനീവ സർവശ അല്ലേ. ജീവിതത്തിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ
ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറഞ്ഞതായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെങ്കിലും അപകടം വരുന്നുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് ഉൾവലിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ആമയ്ക്കുണ്ട്. അതേപോലെയാണ് യോഗികൾ, ഋഷീശ്വരന്മാർ. അതുകൊണ്ട് അവർക്ക് ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട്, തന്നിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൊണ്ട് അവർക്ക് ആയുസ് ദീർഘം കൂടുതൽ ഉണ്ടാവും ജീവിതത്തിൽ. തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കാനുള്ളതായ കഴിവ്. അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം, ദീപസ്തംഭത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ അടിയിൽ ഈ ആമയുടെ രൂപം കൊത്തിവെച്ചിട്ട് കാണാം. എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പുറമെയാണ് ഈ ആമയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടാവുക. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കണം? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഏതുപോലെ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കാൻ വേണ്ടിയിട്ട്, അവനവൻ്റെ ശരീരത്തിലുള്ളതായ ഈ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കാൻ വേണ്ടിയിട്ട് ഏകാഗ്രമാക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം ഭഗവാനെ വേണ്ട രീതിയിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് ആര്? ആമ. ഏതായാലും അവിടുന്ന് അങ്ങനെ ആ ഭഗവാന്റെ കൂർമാവതാരം വീണ്ടും പാലാഴി കടയാൻ വേണ്ടിയിട്ട് തുടങ്ങി. പാലാഴി കടയാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ഒരു സാധനവും പുറത്തേക്ക് വരുന്നില്ല. കാരണം അമൃത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ കടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടത്. ഒടുവിൽ ഒന്നും വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ പാലാഴിയെ കടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നിഭ്രാജദ് വിലുളിത കജസ്രഗ്ധരോദഗ്ധനേത്ര. അങ്ങനെ ഭഗവാൻ തന്നെ ആ പാലാഴിയുടെ തീരത്ത് തൻ്റെ ആ പൊഞ്ചിലം പണിഞ്ഞതായ കാലുകളൊക്കെ അങ്ങനെ വെച്ചിട്ട് ആ പാലാഴി അങ്ങനെ അതിശക്തമായിട്ട് അങ്ങനെ കടകാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ സംഭ്രാന്തമീനോന്മകരാഹി കച്ഛപാൽ തിമിദ്വിപഗ്രാഹ തിമിംഗിലാകുലാൽ. ആ പാലാഴി അങ്ങനെ ഇളകി മറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിലുള്ളതായ സകല വസ്തുക്കളും, തിമിംഗിലങ്ങൾ, വലിയ വലിയ അതൊക്കെ അങ്ങനെ ഇളകി മറിഞ്ഞ്, പാലാഴി അങ്ങനെ ഇളകി മറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുറത്തേക്കൊരു സാധനം വന്നു. എന്താ? കാളകൂടെന്ന് പറഞ്ഞതായ വിഷം പുറത്തേക്ക് വന്നു. അതങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ സകല ആൾക്കാരും അരക്ഷ്യമാണാഹ ശരണം സദാശിവം, മഹാദേവ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് മഹാദേവനെ ശരണം പ്രാപിച്ചു. എന്താ ഈ വിഷം എന്ന് പറഞ്ഞാൽ? ദുഃഖം. നമുക്ക് ജീവിതത്തിലുള്ളതായ വിഷമങ്ങൾ, ദുഃഖങ്ങൾ ആണ് ഈ വിഷം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള ദുഃഖങ്ങൾ, വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ഒരു ഗുരുനാഥനെ സമീപിക്കുക. ആരാ ഗുരുനാഥൻ ഇവിടെ? മഹാദേവൻ അല്ലേ? നല്ല ഒരു കൗൺസിലറാണ്, ഒരു ഉപദേശകനാണ് ആര്? മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവനെ ഇവർ സമീപിച്ചു. അപ്പോൾ നമുക്കും ജീവിതത്തിൽ ദുഃഖങ്ങൾ, വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ഒരു ഗുരുനാഥനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അയാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്നാലേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഏതായാലും ആ ദേവന്മാർ മഹാദേവനെ സ്തുതിച്ചു. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹി നശരണാവന്നാം സ്ത്രൈലോക്യദഹനാൽ വിശാൽ ത്വമേക സർവജഗത ഈശ്വരോ ബന്ധമോക്ഷയോ തം ത്വാമർച്ചന്തി കുശലാഹ പ്രപന്നാർത്തി ഹരിം ഗുരും. ആ ഒരു ഗുരുനാഥനായ മഹാദേവനെ, സകല ദേവന്മാരുടെയും അധിപനായിട്ടുള്ളതായ മഹാദേവനെ ശരണം പ്രാപിച്ചു. എന്നിട്ടോ മഹാദേവനോട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം. തസ്മാദിതം ഗരം ഭുഞ്ചേ ഭുജ പ്രജാനാം സ്വസ്ഥിരസ്തുമേ. ഈ ഒരു വിഷം അങ്ങ് കഴിച്ചിട്ട് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കണം എന്ന് മഹാദേവനോട് പറഞ്ഞു. ആ മഹാദേവൻ എന്താ ചെയ്യേണ്ടത് അല്ലേ? ആ വിഷത്തെ പോലും ദഹിപ്പിക്കാനുള്ളതായ കഴിവ് ആർക്കുണ്ട്? മഹാദേവനുണ്ട്. നമുക്കതില്ല. അതുകൊണ്ടാണ് വിഷമങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ഗുരുനാഥനെ സമീപിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം. ഏതായാലും മഹാദേവൻ തതക്കരതലീകൃത്യ വ്യാപിഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. അങ്ങനെ മഹാദേവൻ ആ വിഷത്തെ അങ്ങനെ കഴിച്ചു. എന്നിട്ടോ കഴിച്ച് യച്ചകാരകളെ നീലം തച്ച സാധോർ വിഭൂഷണം. ആ വിഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ, കഴുത്തിൽ നിന്ന്, കണ്ഠത്തിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് വിഷമാണ്.
പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് തൻ്റെ കണ്ഠത്തിൽ അവിടെ തടഞ്ഞു നിർത്തി. ഇതാ ലോകത്തെ മുഴുവൻ സംരക്ഷിച്ച് നീലകണ്ഠനായിട്ട് മഹാദേവൻ ഇതാ വിളങ്ങി എന്ന് പറഞ്ഞിച്ചു. ത്യാഗരാജൻ വലിയൊരു ത്യാഗം ചെയ്തതുകൊണ്ട്. എന്താണ് ത്യാഗം? ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ത്യാഗ മനോഭാവത്തോടു കൂടിയിട്ട് ലോകത്തെ സംരക്ഷിച്ചു. അതുകൊണ്ട് ത്യാഗരാജൻ എന്നുള്ള പേര്. അങ്ങനെയുള്ള ആ ഒരു ദിവസം ആണ് എല്ലാവരും മഹാദേവനെ കീർത്തിച്ചു കൊണ്ടുള്ള ശിവരാത്രി എന്ന് പറയുന്നതായ ആ ഒരു ഭാവം, മഹാദേവനെ ഇതാ കീർത്തിച്ചു കൊണ്ടുള്ളതായ ആ ഒരു ദിവസം. അതാണ് ഇന്നും നമ്മൾ ഇനിയിപ്പോൾ ശിവരാത്രി വരാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ? അടുത്ത മാസം ആണ് ശിവരാത്രി. ആ സമയത്ത് ശിവനെ ധ്യാനിച്ചു കൊണ്ടുള്ളതായ ആ ഒരു ശിവരാത്രി, മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നമുക്കും നടത്താൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഏതായാലും അവിടുന്ന് വീണ്ടും പാലാഴി അങ്ങനെ ആ മഹാദേവൻ ഇതിങ്ങനെ കുടിച്ചു. ഏത് വിഷം കുടിച്ചിട്ട് നമ്മളെ രക്ഷിച്ചു. അപ്പോൾ മഹാദേവൻ്റെ കൈകളിൽ നിന്ന് 2-3 വിഷത്തിൻ്റെ കണികകൾ താഴേക്ക് പതിച്ചു പോയി. അപ്പോൾ വഴിയിൽ കൂടി 2 ആൾക്കാരിങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു സാധനം വീണ് കിടന്നപ്പോൾ അത് വേഗം അവരെടുത്ത് അതങ്ങനെ കഴിച്ചു. അതുകൊണ്ട് അവർക്കും വിഷം ഇന്നും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വൃശ്ചികാഹി വിഷൗഷധ്യൗ ദന്തശൂകാശ. വൃശ്ചികം, തേള്, പാമ്പ് തുടങ്ങിയതായ ഈ ആൾക്കാർക്ക് ഇന്നും വിഷം എന്നുള്ളതായ ആ ഒരു ഭാവം. അതുകൊണ്ട് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു, വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ചില സാധനങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഇതേപോലെ അപകടം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവർ വീണ് കിടക്കുന്നത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. വീണ്ടും പാലാഴി കടയാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തിനാ ഈ പാലാഴി കടയുന്നത്? വെറുതെ ആണോ? അല്ല, അമൃത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലാഴി കടയുന്നത്. അങ്ങനെ വീണ്ടും കടഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് അതിവിശിഷ്ടമായ 8 വസ്തുക്കൾ ഇതാ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഏതൊക്കെയാണ്? ഉച്ചൈശ്രവസ്, പാരിജാതം. എന്താ ഈ പാരിജാതം, ഉച്ചൈശ്രവസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് ജീവിതത്തിൽ വന്നു പെടുന്നതായ ഓരോ ഐശ്വര്യങ്ങളാണ്. പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പാരിജാതം കിട്ടിയിട്ടുണ്ട്. എന്താ പാരിജാതം എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പിന്നെ വലിയൊരു ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞാലോ അല്ലേ, ഐശ്വര്യം അല്ലേ, വലിയ ഒരു ഇപ്പോൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഒരു വാഹനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്ന ഐശ്വര്യങ്ങൾ ഇതാ പാരിജാതം, അതേപോലെ ഉച്ചൈശ്രവസ്, കൗസ്തുഭം, ഇങ്ങനെയുള്ള വലിയ സാധനങ്ങളൊക്കെ അസുരന്മാരുടെ നഷ്ടപ്പെട്ടതായ അതൊക്കെ തിരിച്ച് കിട്ടി പാലാഴിയിൽ നിന്ന്. അതൊക്കെ അവർ സ്വീകരിച്ചു. തൻ്റെ വക്ഷോലങ്കരണേ മണവോ, തൻ്റെ ആ വക്ഷസിൽ ആ കൗസ്തുഭരത്നം ഭഗവാൻ അവിടെ സ്വീകരിച്ചു. ഇങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടിയപ്പോൾ അതിൻ്റെ പിറകെ പോയി ദേവന്മാർ. ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നിർദ്ദേശം, പാലാഴി കടയുമ്പോൾ അതിൽ നിന്ന് പല സാധനങ്ങളും ഉയർന്നു വരും, അതിൻ്റെ പിന്നാലെ നിങ്ങൾ ഭ്രമിച്ച് കഷ്ടപ്പെട്ട് പോകരുത്. പിന്നെയോ നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? അമൃതായിരിക്കണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ടോ ഈ ദേവന്മാർ മുഴുവൻ അതിൻ്റെ പിറകെ പോയി. അപ്പോഴാണ് തതശ്ചാവിരഭൂൽ സാക്ഷാൽ ശ്രീ രമാ ഭഗവൽപരാം രഞ്ജയന്തി ദിശക്കാന്ത്യ വിദ്യുൽ സൗദാമനീയഥാ. ലക്ഷ്മീദേവി പുറത്തേക്ക് വന്നു, വരണമാല്യവുമായിട്ട് ആ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു ലക്ഷ്മീദേവി. ആ ലക്ഷ്മീദേവി വന്നപ്പോൾ സകല ആൾക്കാരും ആ ലക്ഷ്മീദേവിയുടെ പിന്നാലെ പോയി. ലക്ഷ്യം അതല്ല, പക്ഷേ എന്നിട്ടോ മറന്നുപോയി എല്ലാവരും. എന്താ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ? ഐശ്വര്യം, സമ്പത്ത്. ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അല്ല, എല്ലാവരും. നമ്മളൊക്കെ ഈ ഐശ്വര്യത്തിൻ്റെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിറകെ ഇങ്ങനെ പരിശ്രമിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാലോ ലൗകികമായ വിഷയങ്ങളിലേക്ക് ആണ് നമ്മുടെയൊക്കെ ശ്രദ്ധ, ഭഗവാനിലേക്ക് അല്ല നമ്മുടെയൊക്കെ ശ്രദ്ധ പോകുന്നത്. ഏതായാലും തന്നിലെ ശ്രദ്ധിക്കാത്തതായ ആരെങ്കിലും ഉണ്ടോ എന്നങ്ങനെ നോക്കിയപ്പോൾ ഇല്ല, എല്ലാവരും തന്നെയാണ്. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് അല്ലേ, പണം. ഈ ലക്ഷ്മി ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്?
ചഞ്ചലയാണ്, ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല. നമ്മൾ ഐശ്വര്യം സമ്പത്ത് വേണമെന്ന് നമ്മൾ വിചാരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരികയില്ല ആര്? ലക്ഷ്മി ദേവി, ഐശ്വര്യം. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ അമിതമായ ധനം സമ്പാദ്യം വേണമെന്ന് വിചാരിക്കാതെ കണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ലക്ഷ്മി ദേവി നമ്മളെ അനുഗ്രഹിക്കും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. ഏതായാലും അപ്പോൾ നോക്കി സകല ആൾക്കാരും തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തന്നെ വേണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ തന്നെ ശ്രദ്ധിക്കാത്ത, തന്നെ ആഗ്രഹിക്കാത്തതായ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഒരാൾ മാത്രം. ആരാത്? മഹാവിഷ്ണു ഭഗവാൻ. ആഗ്രഹിക്കാത്തതായ, എന്നെ ആശ്രയിക്കാത്ത ആ ഒരു മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. ഇതേപോലെ നമ്മളും ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭഗവാൻ നമുക്ക് ഹൃദയത്തിൽ, ലക്ഷ്മി ദേവിക്ക് ഹൃദയത്തിൽ ഭഗവാൻ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ നമ്മളും ഈ ലൗകികമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ കണ്ട് ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കും ഈ ഭഗവാൻ അഭയം തന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്ന്, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുക. വീണ്ടും പാലാഴി കടഞ്ഞു. ആ പാലാഴി അങ്ങനെ കടഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് ആര് വന്നത്? അഥാസീൽ വാരുണീ ദേവി കന്യാകമലലോചന അസുരാജഗൃഹുസ്തം വൈ ഹരേരനുമതേനതേ. വാരുണീ മദ്യം പുറത്തേക്ക് വന്നു. വാരുണീ ദേവി എന്ന് പറഞ്ഞാലോ മദ്യം വന്നപ്പോൾ വേഗം പോയിട്ട് അസുരന്മാർ കൈനീട്ടി സ്വീകരിച്ചു വാരുണീ മദ്യം. അല്ലേ, അത് അവർ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ആര്? അസുരന്മാർ. മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ലഹരി അതാണ്. നമ്മുടെ മനുഷ്യരായ നമുക്കൊക്കെ ബുദ്ധി കുറച്ചേ ഉള്ളൂ. ആ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ്, മദിപ്പിക്കുന്നതാണ് ഏത്? മദ്യം. അപ്പോൾ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ഏത്? മദ്യം. അപ്പോൾ ആ മദ്യം ഇന്നും ഉപയോഗിക്കുന്ന ആൾക്കാർ ആരാണ്? അസുരന്മാരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും ആ വാരുണീ മദ്യത്തെ അസുരന്മാർ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ലഹരി. ഈ ലഹരി ഒരുപാട് ദൂഷ്യവശങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം. അല്ലേ, ലഹരിക്ക് അടിമപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ആ വാരുണീ ദേവിയെ സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആണ് അമൃതാപൂർണ ഉദതിഷ്ഠൻ മഹാരാജ പുരുഷ പരമാദ്ഭുത ഉദീർഘപീവരദോർദണ്ഡ കമ്പുഗ്രീവോരുണേക്ഷണ ശ്യാമളസ്തരുണസ്രഗ്വീ സർവാഭരണഭൂഷിത അമൃതാപൂർണകലശം ബിഭ്രൽ വലയഭൂഷിത സവൈ ഭഗവത സാക്ഷാൽ വിഷ്ണോരംശംസംഭവാം. അമൃതകലശവുമായിട്ട് ആ പാലാഴിയിൽ നിന്ന് അമൃതകുംഭവുമായിട്ട് ഉയർന്നു വന്നതായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു അവതാരം, ധന്വന്തരി അവതാരം. ദേവന്മാരുടെ വൈദ്യനും ആയുർവേദത്തിൻ്റെ ദേവനുമായിട്ടുള്ളതായ സാക്ഷാൽ ധന്വന്തരി മൂർത്തി അമൃതകലശവുമായിട്ട് ഉയർന്ന് അങ്ങനെ വന്നതായ ആ ഒരു ഭഗവാന്റെ ധന്വന്തരി അവതാരം. ആ ഭഗവാന്റെ ധന്വന്തരി അവതാരം അങ്ങനെ കണ്ടപ്പോൾ വേഗം പോയി, അമൃത് കയ്യിലുണ്ട് ആരുടെ? ധന്വന്തരി മൂർത്തിയുടെ. അത് കണ്ടപ്പോൾ വേഗം പോയിട്ട് ഇത്രയും സമയം ഉണർന്നിരിക്കുകയായിരുന്നു ആര്? സകല ദേവന്മാരും. പക്ഷേ ഈ അമൃത് വന്നപ്പോൾ അവർ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ആലസ്യം. അല്ലേ, മറ്റുള്ള ലൗകികമായ വിഷയങ്ങൾ, ലൗകികമായ വസ്തുക്കളൊക്കെ കാണുമ്പോൾ അതിൽ വളരെ താല്പര്യം ഉണ്ടാവും എല്ലാവർക്കും. അല്ലാതെ ഈ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. ആധ്യാത്മികത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക? ഉറങ്ങുകയാണ് ചെയ്യുക പൊതുവെ. നേരെ മറിച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പണമുണ്ടാക്കാം എന്ന്
ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രഭാഷണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം തന്നെ ഉണരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഉണർന്നിരിക്കും, പേപ്പറും പെന്നൊക്കെ എടുത്ത് എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അപ്പോൾ ഇതേപോലെയാണ് നമ്മളൊക്കെ. ഇതേപോലെ ഈ ദേവന്മാർ ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഈ ഭഗവാൻ അമൃതമായിട്ട് വന്നപ്പോൾ അപ്പോൾ അസുരന്മാർ എന്ത് ചെയ്തു? വേഗം അവർ പോയിട്ട് കൈ നീട്ടി അമൃതനെ അവർക്ക് കൊടുത്തു. ഭഗവാൻ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ആരാണോ തന്നെ ആശ്രയിക്കുന്നത് അവരെ അനുഗ്രഹിക്കും. ഇനി അസുരനോ ദേവനെന്നോ അസുരനെന്നോ അങ്ങനെ യാതൊരു പ്രത്യേകതയും ഇല്ല. ആർക്ക്? ഭഗവാന്. ദേവന്മാർ വന്ന് കൈ നീട്ടി അവർക്ക് കൊടുത്തു. അപ്പോഴാണ് അസുരന്മാർ വന്നു കൈ നീട്ടി അവർക്ക് കൊടുത്തു. അപ്പോഴാണ് ദേവന്മാർ ഭഗവാനെ അവരിത് കിട്ടേണ്ട താമസം, അമൃത് കിട്ടേണ്ട താമസം അഹംപൂർവം എന്ന് പറഞ്ഞിട്ട് എനിക്കാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് സകല ദേവന്മാരും ഈ അമൃതം എടുത്തിട്ട് ദൂരേക്ക് പോയി. ദേവന്മാർ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു അമൃത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പണിയെടുത്തത്, എന്നിട്ട് ഇത് ഈ അസുരന്മാർക്ക് കൊടുത്തത് ശരിയാണോ? ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ടൊക്കെ നിങ്ങൾ കൈ നീട്ടിയില്ല? അവർ കൈ നീട്ടി, ഞാൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോൾ ഏതായാലും ഈ ഇതിൽ പെട്ടുപോയി, ഇനിയിപ്പോൾ എന്ത് വേണം? ആ അമൃത് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങൊന്ന് പ്രയത്നിക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇതാ പുറപ്പെടുന്നു. ഒരു മോഹിനി വേഷം സ്വീകരിച്ചു. എങ്ങനെയാ മോഹിനി വേഷം? എല്ലാ ആൾക്കാരെയും മോഹിപ്പിക്കുന്നതായ കനകനൂപുരശിഞ്ചിതേന ഭഗവാൻ എന്താ ചെയ്തത്? തൻ്റെ ഗോപിക്കുറി ഒന്ന് മായ്ച്ചു കളഞ്ഞ് വൃത്താകൃതിയിലാക്കിയിട്ട് തീർത്തു. പീതാംബരം എടുത്ത് ഇങ്ങനെ ധാവണി ഉടുക്കുന്നത് പോലെ 2-3 ചുറ്റി ഇതിലേക്കൂടി ഇങ്ങനെ ഇട്ടിട്ട് ആ മോഹിനി വേഷം സ്വീകരിച്ച് വേഗം പോയി. അസുരന്മാരെന്താ ചെയ്യുന്നത്? ഈ അമൃതം എടുത്തിട്ട് അവർ കുറേ ദൂരേക്ക് കൊണ്ടുപോയിട്ട് ഇത് വീതം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടാതെ കണ്ട് എനിക്കാ വേണ്ടത് അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം. അപ്പോഴാണ് ഈ മോഹിനി വേഷധാരിയായ ഭഗവാൻ അതിൽ കൂടി അങ്ങനെ പോകുന്നത് കണ്ടു. ചോദിച്ചു, ഈ അമൃത് ഒന്ന് വീതം വെച്ച് തരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? നീ എവിടുന്നാണ് വരുന്നത്? ആരാ? നിൻ്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. എന്നെ നിങ്ങൾ വിശ്വസിക്കരുത്. സാലാവൃഗാണാം സ്ത്രീണാഞ്ച സ്വൈരിണീനാം സുരദ്വിഷ. എനിക്ക് സ്വന്തമായിട്ടൊരു ഭർത്താവ് അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന ഒരുവളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അസുരന്മാർ പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ അമൃതം ഒന്ന് വീതിച്ച് തന്നാൽ മതി. ചിലപ്പോൾ ഞാനിത് ഈ അമൃതം എടുത്തിട്ട് കടന്നു കളഞ്ഞു എന്ന് വരും, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഏതായാലും മോഹിനി വേഷധാരിയായ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിങ്ങനെ പരപുരുഷന്മാരിങ്ങനെ നോക്കുന്ന സ്വഭാവം എനിക്കില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണ് കെട്ടിയിട്ട് ഇരിക്കുക. കണ്ണ് കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഞാനിത് അമൃത് നിങ്ങൾക്ക് വിളമ്പിത്തരാം. അങ്ങനെ സകല അസുരന്മാരും കണ്ണ് കെട്ടി അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തിന്? അമൃത് കഴിക്കാൻ വേണ്ടിയിട്ട്. അമൃത് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണ് കെട്ടി അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? അസുരന്മാരുടെ നടുകിൽ കൂടി അവരെ തൻ്റെ ആ അമൃത കുംഭം എടുത്തിട്ട് തൻ്റെ സാരിയുടെ ആ ഒരു ഭാഗം ഈ അസുരന്മാരുടെ ശരീരത്തിലെ ഒന്നങ്ങനെ സ്പർശിച്ചിട്ട് അവരുടെ ഇടയിൽ കൂടി അവരെ അങ്ങനെ മോഹിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി ദേവന്മാരോട് പറഞ്ഞു, വേഗം ഇരുന്നോളൂ, ഞാനിതാ അമൃത് വിളമ്പിത്തരാം. സകല ദേവന്മാരെയും അവിടെ വരിവരിയായിട്ട് ഇരുത്തിയിട്ട് ഭഗവാൻ അമൃത് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ അസുരന്മാർ കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ കണ്ണ് കെട്ടിയിട്ട് കുറേ നേരമായി ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഇലയിലങ്ങനെ പരതി നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇല്ല, അമൃതില്ല. അപ്പോൾ സംശയം തോന്നി. സുർഭാനു എന്ന് പറഞ്ഞ ഒരു അസുരനുണ്ട്. അയാൾക്ക് സംശയം തോന്നി, എന്തോ ഇതിലൊരു കുഴപ്പമുണ്ട്, നോക്കാം. അടുത്തുള്ള ആളോട് ചോദിച്ചു, നിൻ്റെ ഇലയിൽ എന്തെങ്കിലും വീണോ? അപ്പോൾ പറഞ്ഞു, അയാൾ ഒന്നുമില്ല. എന്നാൽ പിന്നെ അയാൾ കണ്ണ് തുറന്ന് നോക്കുമോ? അതുമില്ല. എന്നാൽ പിന്നെ ഞാൻ തന്നെ കണ്ണ് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഈ സുർഭാൻ എന്ന് പറഞ്ഞ അസുരൻ തൻ്റെ ആ കണ്ണുകെട്ട് അഴിച്ചു നോക്കിയപ്പോഴാണ് അത്ഭുതം എന്നേ പറയണ്ടോ, ആ മറുഭാഗത്ത് അനേകം ദേവന്മാർക്ക് ഇങ്ങനെ ഈ അമൃതം അങ്ങനെ വിളമ്പി കൊടുക്കുന്നതായ ആ ഒരു സന്ദർഭം സുർഭാനു എന്ന് പറഞ്ഞതായ അസുരൻ കണ്ടു. വേഗം അയാൾ തൻ്റെ മായാപ്രയോഗം കൊണ്ട്, അസുരനാണ്, ഒരു ദേവൻ്റെ വേഷം സ്വീകരിച്ചിട്ട് ഈ ദേവന്മാരുടെ ഇടയിൽ പോയിട്ട് ഇരുന്നു. ആരുടെ ഇടയിലായിരുന്നത്? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിലാണ്. അപ്പോൾ നമ്മളെക്കാൾ ശക്തിയുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം.
അപ്പോൾ സൂര്യനും ചന്ദ്രനും വളരെ അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഇടയിൽ പോയിരുന്നു ഭഗവാൻ അങ്ങനെ അമൃത് വിളമ്പി സൂര്യന് വിളമ്പി, ഈ സുർഭാനുവിന് വിളമ്പി, ചന്ദ്രന് വിളമ്പുമ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഇലയിൽ വീഴേണ്ട താമസം സുർഭാനു എടുത്തിട്ട് ഇത് കഴിച്ചു. അപ്പോൾ സൂര്യനും ചന്ദ്രനും മനസ്സിലായി ഇത് തൻ്റെ കൂടെയുള്ള ആൾക്കാരല്ല. കാരണം എന്താണ്? പൊതുവെ ഈ ഭക്ഷണം ദേവന്മാരെങ്ങനെയാണ് കഴിക്കുക? ഇലയിലെല്ലാം വിളമ്പിയതിന് ശേഷം ഭോജനമന്ത്രം അല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് സ്മരിച്ചിട്ട് മാത്രമേ എടുത്ത് കഴിക്കുള്ളൂ. അസുരന്മാരുടെ പ്രത്യേകത എന്താണ്? ഇലയിൽ ഓരോ സാധനം വിളമ്പുമ്പോഴും വിളമ്പുന്നതിന് മുമ്പേ അതെടുത്ത് കഴിക്കുന്ന സ്വഭാവമാണ് അസുരന്മാരുടെ സ്വഭാവം. അപ്പോൾ ചിന്തിക്കുക നമ്മളൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുക? സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യുക. അസുരനാണോ ദേവനാണോ? അപ്പോൾ അസുരനാണെങ്കിൽ എന്ത് ചെയ്യുക? ദേവനായിട്ട് തീരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇതെടുത്ത് കഴിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് കുറേ താഴേക്കും പോയി, കുറേ മുകളിലും. ഭഗവാന് നിർദ്ദേശം കൊടുത്തു സൂര്യനും ചന്ദ്രനും, ഇത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ. എങ്ങനെ മനസ്സിലായത്? ഇലയിൽ വീഴേണ്ട താമസം ഇതെടുത്ത് കഴിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. ഭഗവാന് നിർദ്ദേശം കൊടുത്തു. ഭഗവാൻ തൻ്റെ ആ സുദർശന ചക്രം കൊണ്ട് ഈ സുർഭാനുവിൻ്റെ ശിരസ് ഛേദിച്ചു. ആ ഉടലും ശിരസ്സും ജീവിച്ചു. അതാണ് ഇത് രാഹു കേതുക്കളായിട്ട് പരിണമിച്ചത് എന്ന് വർണ്ണിക്കുന്നു. ഇന്നും ആ തന്നെ കാണിച്ചു കൊടുത്ത ആൾക്കാരോട് ദ്വേഷം, ഗ്രഹണം എന്നുള്ള രീതിയിൽ അവരെ ഇന്നും വിഴുങ്ങുന്നതായ ആ ഒരു അവസ്ഥ. ഇങ്ങനെ ആ ഭഗവാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവരും ദേവന്മാരും അസുരന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതായ ആ ഒരു അമൃത് ദേവന്മാർക്ക് തിരിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ ചെയ്തത് ശരിയാണോ? ഇവർ രണ്ടുപേരും അസുരന്മാരും ദേവന്മാരും ഒരേപോലെയല്ലേ കഷ്ടപ്പെട്ടത്? എന്നിട്ടെന്താ ഈ ദേവന്മാർക്ക് മാത്രം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അസുരന്മാരുടെ കയ്യിൽ കിട്ടിയിട്ടും ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് തോന്നും. കാരണം അർഹതയുള്ളവർക്കേ കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്ന് ഇരുന്നു എന്ന് വിചാരിച്ചാലും ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്ന് വിചാരിച്ചാലും അത് സാധിക്കില്ല. അർഹത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം എന്താണ്? ദേവന്മാർ ജീവിതത്തിൽ എന്ത് അപകടങ്ങൾ വന്നാലും സർവസ്യ തദ്ഭവതി മൂലനിഷേചനം യൽ, വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് വെള്ളമൊഴിക്കേണ്ടത്. എന്നാൽ അതിൻ്റെ ശാഖകളിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നത് പോലെ ഈ എന്താപത്ത് ജീവിതത്തിൽ വന്നാലും ഭഗവാനെ ആശ്രയിക്കും. അതുകൊണ്ട് ആ അപകടത്തെ തരണം ചെയ്ത് ജീവിതത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചു ദേവന്മാർക്ക്. ആപത്ത് വന്നപ്പോഴൊക്കെ ഭഗവാനെ ശരണം പ്രാപിച്ചതുകൊണ്ട് ഇതേപോലെ നമുക്കും ആപത്ത് വരുമ്പോൾ ഈ ഭഗവാനെ ശരണം പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ ചില ആൾക്കാർ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ നമുക്ക് ഉറക്കം വരും. മറ്റുള്ളതിലേക്കാണ് നമ്മൾ. കാരണം എന്താണ്? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ചെറുപ്പത്തിലേ വേണമായിരുന്നു ഈ ഭാഗവതം പഠിക്കാനും. ചില ആൾക്കാർ പറയും സംസ്കൃതം പഠിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിതിൽ ഇത് സാധിക്കാതെ. സംസ്കൃതം പഠിച്ചവരൊക്കെ ആധ്യാത്മികതയിൽ ശോഭിക്കുന്നുണ്ടോ? ഇല്ല. സംസ്കൃതം പഠിക്കാതെ കണ്ടും ചില ആൾക്കാർ വളരെ ഭംഗിയായിട്ട് ശോഭിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. ചെറുപ്പത്തിലേ പഠിക്കണമായിരുന്നു എന്ന് എല്ലാവരും പറയും. എന്നിട്ടോ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുമോ? അതുമില്ല. എന്നിട്ടോ അങ്ങനെയാണ് നമുക്ക് പൊതുവെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഏതായാലും ഈ അമൃതത്വം അവസാനമാണ് അമൃത് കിട്ടിയത്. എന്താ ഈ അമൃതത്വം എന്ന് പറഞ്ഞാൽ? അപ്പോൾ പാലാഴി എന്ന് പറഞ്ഞാൽ പാലാഴി കടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോഴാണ് ഒരുപാട് വിഘ്നങ്ങൾ ഉണ്ടായത്. എന്താ ഈ പാല് വെള്ളം കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ പാല് വെള്ളവുമായിട്ട് കൂടിച്ചേരും. അപ്പം അങ്ങനെയുള്ള പാലിന് എന്താ വേണ്ടത്? കുറച്ച് ഉറയൊഴിച്ച് തൈരാക്കിയിട്ട് മാറ്റുക. തൈരാക്കിയാൽ മാത്രം പോരാ, പിന്നെയോ അതിനെ കടയണം. അപ്പോൾ ഈ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ലൗകികമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ കുരുങ്ങാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഉറ തൊടുക എന്ന് പറഞ്ഞാൽ, തൈരുമായിട്ട് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ സൽസംഗം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക, സജ്ജനങ്ങളുമായിട്ടുള്ളതായ ആ ഒരു കൂടിച്ചേരൽ. എന്നിട്ടെന്ത് വേണം? കടയണം.
ആ കടയലാണിപ്പോൾ ഇവിടെ വർണ്ണിച്ചത്. എന്ത്? അത് വിചാരം ചെയ്യുക. അങ്ങനെ കടഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ലഭിക്കും? വെണ്ണ കിട്ടും. ആ വെണ്ണയായിട്ട് തീർന്നു കഴിഞ്ഞാൽ അല്ലേ, പിന്നെ അത് വെള്ളത്തിലിട്ടാലും വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ സത്സംഗത്തിലൂടെ ഭഗവാനെ ഹൃദയത്തിൽ കാണാനും ഭഗവാനെ ആരാധിക്കാനും ഭഗവാനെ ആശ്രയിക്കാനും സാധിച്ചു കഴിഞ്ഞ ഒരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മോശമായ ലൗകികമായ വിഷയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ പെടാതെ കണ്ട് കുരുങ്ങാതെ കണ്ട് നമുക്ക് നല്ല ജീവിതം നയിച്ച് നട്ടെല്ല് നിവർത്തി നല്ല ജീവിതം നയിച്ച് ഇതാ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ഒടുവിൽ അമൃതത്വം എന്നുള്ളതായ ആ ഒരു അവസ്ഥ. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്നൊക്കെ പറയുന്നതായ ഉപനിഷത് വാക്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പാലാഴി യഥാർത്ഥത്തിൽ പാലാഴി എങ്ങനെയാണ് കടയുക എന്നൊക്കെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാലാഴി എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ മനസ്സാകുന്ന പാലാഴിയാണ് നമ്മൾ കടയേണ്ടത്. മനസ്സാകുന്ന പാലാഴിയെ കടയുക. ആദ്യം പാലാഴി കടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ എന്തുണ്ടായി? അതിൽ നിന്ന് ആദ്യം എന്താ പുറത്തേക്ക് വന്നത്? കാളകൂടം എന്ന വിഷമാണ് പുറത്തേക്ക് വന്നത്. ഇതേപോലെ നമ്മളും മനസ്സാകുന്ന പാലാഴിയെ കടയാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ എങ്ങനെയാ കടയേണ്ടത്? മനസ്സാകുന്ന പാലാഴിയെ ഭഗവത് വിചാരം കൊണ്ട്, ധ്യാന ജപസ്മരണകൾ കൊണ്ട്, ഭഗവൻ നാമം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് ജപിച്ച് അങ്ങനെ ഭഗവത് സ്മരണ കൊണ്ട് നമ്മുടെ മനസ്സാകുന്ന പാലാഴിയെ അങ്ങനെ കടയാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം എന്താണ് പുറത്തേക്ക് വരിക? പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം എന്തുണ്ടായി? കാളകൂടം എന്ന് പറഞ്ഞതായ വിഷമാണ് ഉണ്ടായത്. ഇതേപോലെ നമുക്കും ആദ്യം എന്തുണ്ടാവും? ദുഃഖമാണ് പുറത്തേക്ക് വരിക. പാലാഴി കടഞ്ഞപ്പോൾ വിഷം പുറത്തേക്ക് വരാൻ എന്താ കാരണം? അതിൻ്റെ അകത്തുള്ളതായ അനവധി മാലിന്യങ്ങളാണ്, പാലാഴിയുടെ അടുത്തുള്ളതായ അനവധി മാലിന്യങ്ങളാണ് വിഷമായിട്ട് പുറത്തേക്ക് വന്നത് എന്നതുപോലെ നമ്മളും ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത്? നല്ലതെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. മോശമായ ദുർവികാരങ്ങളാണ് ഉണ്ടാവുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയതായ അനവധി ദുർവികാരങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉള്ളത്. ഭഗവാനെ സ്മരിക്കാൻ വേണ്ടി ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ ഈ ദുർവികാരങ്ങൾ പുറത്തേക്ക് ദുഃഖരൂപത്തിൽ പുറത്തേക്ക് വരും അല്ലേ? എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഭഗവാനെ ആശ്രയിക്കാൻ ഭജിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ ആദ്യം എന്താ ഉണ്ടാവുക? ദുഃഖമാണ് ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കരുത്. പിന്നെ ഭഗവാനെ ഭജിക്കാതിരിക്കരുത്. കാളകൂടം വിഷം പുറത്തേക്ക് വന്നപ്പോഴും എന്തുണ്ടായി? അവർ ഭഗവാനെ ആശ്രയിക്കാതിരുന്നോ? ഇല്ല, വീണ്ടും ഭഗവാനെ ആശ്രയിച്ചു. ഒരു ഗുരുനാഥനെ സമീപിച്ചു, മഹാദേവനെ സമീപിച്ച് അതിൽ നിന്ന് മോചനം നേടിയിട്ട് വീണ്ടും ഭഗവാനെ പാലാഴി കടഞ്ഞതുപോലെ നമുക്കും വീണ്ടും പാലാഴിയെ കടയാൻ മനസ്സാകുന്ന പാലാഴിയെ ഭഗവത് സ്മരണ കൊണ്ട് കടയാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെയാണോ ദേവന്മാർക്ക് നഷ്ടപ്പെട്ടത് അതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതുപോലെ നമുക്കും ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നേടിയെടുത്ത് ഒടുവിലാണ് എന്ത് കിട്ടുക? അമൃത് എന്ന് പറയുന്ന സാധനം. എന്താ അമൃത് എന്ന് പറഞ്ഞാൽ? അമൃതത്വം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായ അവസ്ഥ. ഒടുവിൽ ഇതാ ലക്ഷ്യം. അതാണ് നമുക്കൊക്കെ ഭഗവാൻ എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുക. അല്ലാതെ ഈ മനസ്സാകുന്ന പാലാഴിയെ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ദേവന്മാർക്ക് നഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയതുപോലെ സകല ഐശ്വര്യങ്ങളും വരുമ്പോൾ ഈ ഭഗവാനെ മറന്നാൽ പിന്നെ കിട്ടില്ല അല്ലേ? അപ്പോൾ ഈ ലൗകികമായ വിഷയങ്ങളിലേക്ക്, വസ്തുക്കളിലേക്ക് മനസ്സ് പോകാതെ കണ്ട് ഭഗവത് സ്മരണ കൊണ്ട്, നാമജപ സ്മരണകൾ കൊണ്ട് മനസ്സാകുന്ന പാലാഴി അങ്ങനെ കടഞ്ഞ് ഒടുവിൽ നമുക്ക് എല്ലാം ലഭിക്കും. ഭഗവത് സ്മരണ കൊണ്ട് ഒടുവിലാണ് എന്ത് കിട്ടുക? ഈ അമൃത് എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തതായ അവസ്ഥ എന്ന് പറഞ്ഞാലോ അമൃതത്വം. എന്ത്? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതായ ആ ഒരു വലിയ കാര്യമാണ് നമുക്ക് ഈ പാലാഴി മഥനത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും സമയം വൈകിപ്പോയി. കാരണം ഏതായാലും ഈ ഒരു
പാലാഴി മഥനം എന്നുള്ള ആ ഒരു ഭാഗത്തെ ഭഗവാന്റെ ഗുരുനാഥന്മാരുടെ ഒക്കെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു അവസരം തന്നതിൽ പ്രത്യേകിച്ച് മള്ളിയൂർ ഈ ഒരു വ്യാസപീഠത്തോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു വാക്കുകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ.